ഉണ്ണിയാളെയും ഭാഗ്യം ജീവൻ എന്ന് പറയുന്നത് ആവശ്യത്തിന് കാശ് ആവശ്യത്തിന് എന്തും എപ്പോ വേണോ വരാം അല്ലെങ്കിൽ എപ്പോ വേണോ പോവാ എവിടെ വേണോ തങ്ങ ആരും ഇല്ല സുഖം നമ്മളെ അങ്ങനെയാണ് ഭാഗ്യം ചെയ്യുന്നത് ഭാഗ്യം ചെയ്യുന്നത് അമ്മളൊക്കെ അല്ലെങ്കിലും ഇത് എന്നെ ജീവിതം നമ്മളെ കാര്യവും ഇനിയിപ്പോ വീട്ടിൽ ചെന്ന് കയറുമ്പോ അറിയാം എവിടെ പോയി എന്തൊരു ചെയ്തു കഴിച്ചോ ഇതിനൊക്കെ ഞാൻ എന്തൊരു സമാധാനം പറയാം അല്ലെങ്കിൽ തന്നെ ഞാൻ ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ട കാര്യം ഇത് തന്നെ അളിയാ ജീവിതം ഇത് തന്നെ സുഖം കളകളെ ഒരു തുള്ളി പോലും മദ്യം അമൃത് കളയത് എന്താണ് വായിന്ന് ബ്ലഡ് വരുന്നുണ്ടല്ലോ ആ ചോര കൂടുതലുള്ളതുകൊണ്ട് ഇപ്പൊ പുറത്തു പോകുന്നറിയാം ഹോസ്പിറ്റലിൽ പോകാ എന്തിന് ആളിന് പോവും അന്നടാ കണ്ടു പാടി ഇതാണ് ആണുങ്ങൾ നമുക്ക് ഇതാണ് ലഹരി നിനക്കോ ആ കയ്യിരിക്കുന്ന ഫോൺ അതിൽ പെട്ട് അവൻ അതാണ് ലഹരി ഇതിന്റെ ലഹരി വേറൊരു സുഖമാണ് അത് അനുഭവിച്ചവർക്കേ അറിയൂ എനിക്ക് ഇത് രണ്ടും മതിയായിരിക്കില്ല അടുത്ത് പിടിപ്പിനാണ് വീണ്ടും തുടങ്ങിയോടെ ഭാഗം ഉണ്ണിയുടെ നിങ്ങൾ ഒരിക്കലും നന്നാവൂലേ നീ അറിഞ്ഞില്ലേ ഒരു 90 കിട്ടാൻ എടി ഈ എല്ലും കൂടെ മാറി ഒന്ന് പച്ച പിടിക്കടി അതിപ്പോ താൻ നോക്കേണ്ട കാര്യമില്ല തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞോളൂ ഈ വീട്ടിനകത്ത് കയറി പോയതെന്ന് താൻ ഒറ്റ എടുത്തനാണ് ഉണ്ണിയേട്ടൻ ഈ വിധാക്കി എടുക്കുന്നത് വേലക്കാരി ഇവിടത്തെ അടിച്ചു തളിക്കാരി അത്രേ ഉള്ളൂ പണ്ടെപ്പോഴോ ഇവളെ അമ്മ ഇവിടെ ഇതുവഴി പെയ്യപ്പോ വന്ന് ഇവിടെ പെറ്റിട്ടിട്ട് പോയി പിന്നെ തിന്നതും കുടിച്ചതും വളർന്നതും എല്ലാം ഇവിടെ തന്നെ ഇപ്പൊ അവളെ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ മെയിൻ മുതലാളിയായിട്ടാണ് ഓ അവളെ അഹങ്കാരം ഉണ്ണിയേട്ടാ ഉണ്ണിയേട്ടൻ പറഞ്ഞ ഇവിടുത്തെ വേലക്കാരാണ് സത്യേട്ടൻ പറ ഉണ്ണിയേട്ടാ ഇവരെല്ലാരും ഇത് പറയാനായിട്ടില്ലേ പറ ഉണ്ണിയേട്ടാ പെങ്ങളെ പഴം കൊണ്ടുപോകണം പഴം കേട്ടോ ഇതിനകത്ത് നടമേ ഉണ്ണി തന്നോട് ഇറങ്ങി പോവാനാ പറഞ്ഞത് ഉണ്ണി അറിയാൻ പറയാം ഉണ്ണിയേട്ടൻ പറയില്ല അപ്പൊ ശരി ഉണ്ണി അപ്പൊ വരട്ടെ നട്ടല്ലില്ലാത്ത ഉണ്ണി സാറേ ഇനി എല്ലാവരും കൂടെ പ്രത്യേകിച്ച് പറയണം എനിക്കാൻ പറഞ്ഞില്ലേ അജേട്ടാ നിങ്ങളും കൂടെ നിങ്ങൾക്കൊരു കുടുംബം ഉള്ളതല്ലേ നിങ്ങളും കൂടെ എന്തിനാണ് ഇതിൽ കൂടെ വന്ന് കിടന്നത് രാമനാഥ ഞാൻ പോണടാ നിന്നെ ഈ നാഗവല്ലി നോക്കിക്കോളും വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാ മതി നിന്റെ ഫ്രണ്ട്സിലും പോയിട്ട് ഒരുപാട് എന്നെ ഇൻസൾട്ട് ചെയ്ത് നിന്റെ അമ്മയെ ഓർത്താ ഞാനൊന്നും മിണ്ടാത്തത്
വീട്ടുകാരുടെ അധികാരം കാട്ടിയൊന്നുമല്ല. ഇങ്ങനെ നശിക്കുന്നത് കാണാൻ വേണ്ടിട്ടാ. എന്ത് ചെയ്യണം എന്നുള്ള കാര്യം എനിക്കറിയാം. എന്നെ ആരും ഉപദേശിക്കണ്ട. നീ ഇവിടുത്തെ വേലക്കാരിയാണെങ്കിൽ വേലക്കാരി ജോലി മാത്രം ചെയ്താൽ മതി. ശമ്പളം പറയാൻ കൂട്ടിത്തരാം. എല്ലാം അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാമെന്ന് ഞാൻ സമ്മതിക്കത്തില്ല. എനിക്കും ഉണ്ട് ചില അവകാശങ്ങളൊക്കെ. നിനക്ക് എന്തോ ജോലി ഇറങ്ങി പോടി. എന്തു പറ്റി ഹേമ, നീ എന്താ സങ്കടപ്പെട്ട് നിൽക്കുന്നേ? എനിക്ക് സങ്കടമൊന്നുമില്ല. ഉണ്ണി സാറുണ്ടോ? ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. ആ ലതികയോ? രമേശ് ഇവിടെ ഇല്ല. ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ ഉണ്ണി സാറിനെ കാണാനാ വന്നത്. രമേശ് ചേട്ടനെ ഇങ്ങനെ നശിപ്പിക്കരുത്. എനിക്കും കുട്ടിയൊക്കെ ആ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ വലിയ ആൾക്കാര്, കുടുംബം കുട്ടികളൊന്നും ഇല്ലാത്തവർക്ക് മനുഷ്യത്വം എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഇത് പറയാനാ ഇങ്ങോട്ട് വന്നത്. ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. മോർണിംഗ് പാറക്കുട്ടി. നമുക്ക് അമ്പലത്തിൽ പോവാം. പപ്പയ്ക്ക് ഇന്നൊരു മൂഡില്ല മോളെ. അടുത്ത സൺഡേ പോയാ? നമുക്കിന്ന് കൊച്ചച്ഛന്റെ വീട് വരെ പോവല്ലോ. അച്ഛനും കിച്ചനും കണ്ടിട്ട് ഒരുപാട് നാളായി. ഇന്ന് സൺഡേ അല്ലേ മോളെ? കൊച്ചച്ഛൻ ഇന്ന് അവിടെ കാണത്തില്ല. നമുക്ക് വേറൊരു ദിവസം പോവാം. എന്നാ നമുക്ക് ക്യാരംസ് കളിക്കാം പപ്പ. പപ്പ കളിക്കുന്നില്ലേ? പപ്പ കളിക്കല്ലേ പാറക്കുട്ടി? പപ്പ ഫോണൊന്ന് മാറ്റിയേ പപ്പ. പപ്പ മമ്മി വിളിക്കുന്നില്ലേ? ഇല്ല മോളെ, പപ്പ വിളിക്കുന്നില്ല. പപ്പയോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ മമ്മി ഇവിടെ നിന്ന് ഇറങ്ങി പോകുമായിരുന്നു. പപ്പ മമ്മി തല്ലിയോണ്ടല്ലേ മമ്മി ഇറങ്ങിപ്പോയത്. പപ്പയോട് തർക്കുത്തരം പറഞ്ഞിട്ടല്ലേ പപ്പ മമ്മിയെ തല്ലിയത്. അല്ലാതെ പപ്പയ്ക്ക് മമ്മിയോട് സ്നേഹക്കുറവൊന്നുമില്ല. പപ്പ ഇരിക്കു പപ്പ. പപ്പ കളിക്കുന്നില്ലേ? പപ്പയ്ക്ക് പാറക്കുട്ടിയോടും മമ്മിയോടും ശരിക്കും സ്നേഹമുണ്ടോ? അതെന്താ പാറക്കുട്ടി അങ്ങനെ പറഞ്ഞത്? പപ്പ ജീവിക്കുന്നത് തന്നെ മോൾക്കും മമ്മിക്കും വേണ്ടിയിട്ടല്ലേ. പപ്പ കള്ളം പറയാ. പപ്പയ്ക്ക് ഞങ്ങളെയല്ല ഇഷ്ടം, പപ്പയുടെ ഫോണിനെയാണ്. പപ്പയ്ക്ക് നിങ്ങളെ ഇഷ്ടമല്ലെന്നാണോ മോള് പറയുന്നത്? അതെ അതെ. പാറക്കുട്ടിക്ക് മമ്മിയോട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെന്താ മോള് മമ്മിയോടൊപ്പം പോവാഞ്ഞത്? ഞാൻ കൂടെ പോയ പപ്പയ്ക്ക് വിഷമമാകുമെന്ന് മമ്മി പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്.
അജയേട്ടാ, മോളുണർന്നോ? ദേ ഞാനിപ്പം അങ്ങ് എത്തും. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അജയേട്ടൻ മറന്നു കാണുമായിരിക്കും. ഇന്നേ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അജയേട്ടന് നല്ലൊരു ഗിഫ്റ്റ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് മോളെയും കൂട്ടി അമ്പലത്തിലൊന്ന് പോകണം കേട്ടോ. നിങ്ങളൊക്കെ വലിയ ആൾക്കാര്, കുടുംബം കുട്ടികളൊന്നും ഇല്ലാത്തവർക്ക് മനുഷ്യത്വം എന്താണെന്ന് അറിയത്തില്ല. ഇനിയോട് വരൂല, ഇനിയോട് വരൂല. എത്ര ദിവസമായി എത്രയും അവളിനി വരൂല, ഇനി വരൂല, എനിക്ക് വരൂല. നീ വന്ന, അല്ലെങ്കിൽ നീയൊക്കെ എവിടെ പോയി? ഞാൻ വന്ന ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോവാ. ഹേമ, എന്തോ? ഒന്നുമില്ല. ഹേമ, ഇതൊന്നും എടുത്തോണ്ട് വന്നോ. ഉണ്ണിയേട്ടാ